നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഏതെന്ന് ചോദിച്ചാൽ FE യൂണിവേഴ്സിറ്റിയും ഇൻസ്റ്റഗ്രാം യൂണിവേഴ്സിറ്റിയും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുമാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ആർക്കും ഡിഗ്രി എടുക്കാം, എന്തോണോ പറയാം. പിന്നെ സാധാരണ ചാനലുകളിൽ പോയിരുന്നു പറഞ്ഞാൽ അത് റീൽസായി ചെറിയ ചെറിയ വീഡിയോസായി 2 മിനിറ്റ് മുൻപ് അത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരികയും ചെയ്യും. ഗോസിപ്പേറിയൻസ് ആണ് ഏറ്റവും വലിയ, അതിന് കൊടുക്കുന്ന ഡിഗ്രിയുടെ പേര് ഗോസിപ്പേറിയൻ എന്നാണ്. വാട്സപ്പ് നമ്മളുമൊക്കെ പറയാറുണ്ട്, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ ഉടനെ അതിൻ്റെ വാലും തലയും ഒന്ന് മുറിച്ച് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കട്ട് ചെയ്ത് വാട്സപ്പ് യൂണിവേഴ്സിറ്റി കയറ്റും. അല്ലെങ്കിൽ നമ്മൾ FB യൂണിവേഴ്സിറ്റിയിലിടും. അപ്പം ഈ FB യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ശബരിമല അയ്യപ്പനെ കുറിച്ചുള്ള ഒരു കുറേ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതിനകത്തുള്ള രസകരമായ കാര്യം, ഹിന്ദു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു സമാജത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരുടെ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിലൊക്കെ വിശ്വസിക്കണമെന്ന് പറയുന്നവരുടെ, അല്ല സനാതന ധർമ്മത്തിൽ ആരും വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും പറയത്തില്ല, അങ്ങനെ പറയുന്നവരുടെ ഒരു ചിന്ത സ്വാതന്ത്ര്യമുണ്ട്. ഇതിനകത്ത് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിലാണ് പിന്നെ ജനാധിപത്യമുള്ളതാണ് ഈ സനാതന ധർമ്മവും. ഇതൊക്കെ അവസാനമായി കൃഷ്ണൻ അർജുനനോട് എല്ലാം പറഞ്ഞതിന് ശേഷം ഗീതയിൽ തന്നെ ഗീതോപദേശത്തിൻ്റെ അവസാനത്തെ ഭാഗത്തൊക്കെ വരുമ്പോൾ കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും താങ്കളെ പഠിപ്പിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ താങ്കളോട് പറഞ്ഞു കഴിഞ്ഞു. ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യതമം മയാ വിമൃ ശൈത ദശേഷേണ യഥേച്ഛസി തഥാ. ഞാൻ സംസ്കൃത വിദ്വാനൊന്നുമല്ല, അതുകൊണ്ട് നിങ്ങളത് അതിൽ തെറ്റുണ്ടെങ്കിൽ പുറക്കണം. ഇതുവരെ ഞാൻ നിനക്ക് ഏറ്റവും ഗുഹ്യമായ അല്ലെങ്കിൽ വളരെ ഗഹനമായ ജ്ഞാനം മുഴുവനും പറഞ്ഞു തന്നു കഴിഞ്ഞു. എനിക്കറിയാമെന്നുള്ളതെല്ലാം ശിഷ്യ ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു. ഇതിനെ നീ പൂർണ്ണമായി നിരീക്ഷിച്ച്, ആ വാക്കാണ് പ്രധാനം, പൂർണ്ണമായി നിരീക്ഷിച്ച് നിന്റെ ഇഷ്ടപ്രകാരം ചെയ്യുക. അല്ല, നീ ഇതിൻ്റെ പിറകെ നടക്കണ്ട, നീ നിന്റെ ഇഷ്ടപ്രകാരം ചെയ്യുക. പക്ഷെ നീ ഇതൊക്കെ വിചാരിച്ചുകൊണ്ട് നിനക്ക് അടുത്ത ഡിഗ്രിയിലേക്ക് പോകാം എന്നുള്ളൊരു കൺസെപ്റ്റ് അതിനകത്തുകൊണ്ട്, സൂപ്പർലേറ്റീവിലേക്ക് പോകാം. പക്ഷേ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ FB യൂണിവേഴ്സിറ്റിയിൽ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമല അയ്യപ്പൻ്റെ അടുത്ത് സ്ത്രീകൾ എന്തുകൂടും പൊക്കൂടാ എന്നുള്ളതാണ്. പല വേർഷനാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു വേർഷൻ നമ്മുടെ ആനി കിച്ചൻ, അമൃത TV-ലാന്ന് തോന്നുന്നു, ആനി കിച്ചനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഷാജി കൈലാസിൻ്റെ ഭാര്യ ഒരു യുവാവായിട്ടുള്ള ഒരാളുമായിട്ടുള്ളൊരു ചർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വേറെ കുറച്ച് അദ്ദേഹത്തിൻ്റെ ചില വേർഷൻസാണ്. ഒരുപാട് വേർഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ഒരു വേർഷൻ, ഒരാളുടെ വേർഷൻ. അതുകൊണ്ട് ബ്രഹ്മചാരിയായിരിക്കുന്ന സ്ഥലത്ത് പ്രസവ സമയത്തുള്ള, അതായത് മെൻസസ് പീരീഡും ഒക്കെ ഉള്ള പ്രസവ സമയമുള്ള കാലഘട്ടത്തിലുള്ള സ്ത്രീകൾ, 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ വന്നാൽ ആ ബ്രഹ്മചര്യത്തിന് കേടുണ്ടാകും. നൈഷ്ഠിക ഉദാഹരണമായിട്ട് നമ്മുടെ വിശ്വാമിത്ര മഹർഷിയൊക്കെ കണ്ണു തുറന്നു രമ്പതിലോത്തമ ഉർവശി മേനക രമ്പതിലോത്തമമാരിൽ എന്താണ് അവർ വന്ന് ഇത് എന്താണ് ഡാൻസ് ചെയ്തപ്പോൾ അതിൻ്റെ ഗന്ധമടിച്ചുകൊണ്ട് കണ്ണടച്ചിട്ടിരുന്ന മഹർഷി കണ്ണു തുറന്നു എന്നൊക്കെ പറയുന്ന കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരു പുരുഷ സംവിധാനത്തിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ, ബ്രഹ്മചര്യത്തിലിരിക്കുന്ന കുഞ്ഞാണെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ സ്ത്രീകളോടെ ചെന്നാൽ അതിൻ്റെ ബ്രഹ്മചര്യം മുടങ്ങും. ഒന്നാമത്തെ വാദം. രണ്ടാമത് പറയുന്നൊരു വാദം നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നുള്ള കഥ പറയുന്നു. പിന്നെ പറയുന്നൊരു വാദം യോഗാവസ്ഥയിൽ ഇരിക്കുന്നതാണ്. യോഗാവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ട് യോഗത്തിന് ഇരിക്കുന്ന ധ്യാനത്തിന് തടസ്സം വരും. പിന്നെ അടുത്തൊരു ഉടൻ തന്നെ അടുത്ത യൂണിവേഴ്സിറ്റിക്കാർ വന്നു. ഇതെല്ലാം നല്ല രസമാണ്. നമ്മുടെ ഹിന്ദു സമുദായത്തിൻ്റെ ഒരു ഏറ്റവും വലിയ മെച്ചം എന്താണ്? വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടാണ്. ഞാൻ വെളിച്ചപ്പാടാവാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഈ കാര്യകാരണ സഹിതം ഇത് അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു വേർഷൻ ഇല്ല. അപ്പോൾ അടുത്ത വേർഷൻ വന്നിരിക്കുന്നത് ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ ധ്യാനത്തിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ധ്യാനത്തിലിരിക്കുന്നത് കൊണ്ട് 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള പ്രസവിക്കുന്ന സ്ത്രീകൾ, ആ പ്രസവ പ്രായത്തിലുള്ള സ്ത്രീകൾ അവിടെ വന്നാൽ അമ്മയുടെ ഒരു സ്ഥാനത്ത് അവരെ കാണേണ്ടി വരുമെന്നും, അങ്ങനെ അമ്മയുടെ സ്ഥാനത്ത് ഈ സ്ത്രീകളെ കാണേണ്ടി വരുന്നത് കൊണ്ട് അയ്യപ്പന്റെ ധ്യാനത്തിൽ നിന്ന് കണ്ണു തുറന്ന് ഇവരെ കാണണം, അല്ലെങ്കിൽ ഇവരുടെ അനുഗ്രഹം വാങ്ങണം. മാത്രമല്ല, അമ്മ എന്ന് പറയുന്നത് ഭാരതത്തിൽ വലിയൊരു സങ്കല്പമാണ്. സ്ത്രീകളെ പൂജിക്കുന്ന നാടാണിത്. അതുകൊണ്ട് സ്ത്രീകളുടെ മുന്നിൽ, പ്രത്യേകിച്ച് അമ്മമാരുടെ മുന്നിൽ മക്കൾ എണീറ്റ് നിൽക്കണം. അപ്പൊ അതുകൊണ്ട് ശബരിമല അയ്യപ്പൻ അവിടെ നിന്ന് എണീറ്റ് നിൽക്കണം. സങ്കല്പത്തിലാണ്, അല്ലാതെ വിഗ്രഹത്തിൽ നിന്ന് എണീക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇരിക്കുന്ന ആ യോഗാസനത്തിൽ ഇരിക്കുന്ന രൂപത്തിൽ നിന്ന് മാറി എണീറ്റ് അയ്യപ്പൻ കാണണം. അപ്പൊ അത് മുടങ്ങും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും അത് വിഗ്രഹത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ വീണ്ടും അങ്ങനെ അതൊരു മുടക്കം വരുമല്ലോ.
അപ്പൊ ധ്യാനത്തിലിരിക്കുന്ന ഒരാള് അവിടെ സ്ത്രീയായിട്ടുള്ള അമ്മയുടെ കാറ്റഗറിയിൽപ്പെട്ട കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ അവിടെ ചെന്നാൽ, അല്ലെ അമ്മയാവാൻ പ്രായമായി അമ്മയാകാൻ സാധ്യത വന്ന ഒരാൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയ്യപ്പൻ ഉണരണം, എണീറ്റ് ബഹുമാനിക്കണം സ്ത്രീകളെ. അതുകൊണ്ടാണ് സ്ത്രീകളോട് പറയുന്നത്, ഞാൻ നിങ്ങളെ ബഹുമാനിക്കണം എന്നുള്ളത് കൊണ്ട് ആ സമയത്ത് നിങ്ങൾ വന്നാൽ, നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നാൽ പിന്നെ എൻ്റെ ധ്യാനം മുടങ്ങും. ഞാൻ എപ്പോഴും എനിക്ക് കഴിക്കാനല്ലേ സമയം കാണത്തുള്ളൂ. ഇങ്ങനെ ഓരോ ദിവസം സ്ത്രീകൾ ഓരോ നിമിഷം വന്നുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് എണീറ്റ് നിങ്ങൾ പിന്നെ എനിക്ക് ഇരിപ്പ് നടക്കത്തില്ല എന്ന് അയ്യപ്പൻ പറഞ്ഞു എന്നുള്ളൊരു വാദവും ഇപ്പൊ കറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നൊരു വിഷയം പറയുന്നതെന്ന് വെച്ചാൽ മെൻസസ് പീരീഡ് ഉള്ളത് കൊണ്ടാണ്, മെൻസുറേഷൻ ഉള്ളത് കൊണ്ടാണ് സ്ത്രീകൾക്ക് അവിടെ കയറാൻ പറ്റാത്തതെന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്നറിയാവോ? ഇതിൻ്റെയൊക്കെ വളരെ വലിയൊരു പ്രശ്നമാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തല്ലോ സദ്യയെക്കുറിച്ച്. സദ്യ ആചാര ലംഘനമാണോ അല്ലേ എന്നുള്ള ചർച്ചയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഡിബേറ്റാണ്. ഞാൻ ഒരിക്കലും ഒരു അന്തിമ വാക്ക് പറയുന്ന ആളല്ല, ഡിബേറ്റുകൾ ഉണർത്തിവിടുന്ന ആളാണ്. അപ്പോൾ ഈ യുക്തി എന്ന് പറയുന്നത് പലതരത്തിലുള്ള യുക്തിയുണ്ട്. എന്നെ ഇന്ന് കോഴിക്കോട് എന്നുള്ള ഒരാളെ വിളിച്ചു ചോദിച്ചു, സാർ നല്ല ഭക്ഷണം കൊടുക്കണം നല്ലതല്ലേ? ശരിയാണ്, യുക്തിപരമായി ചിന്തിച്ചാൽ പിന്നെ പുലാവിനേക്കാൾ സാമ്പാറിനേക്കാൾ നല്ല ഭക്ഷണം കൊടുക്കണം നല്ലതാണ്, നല്ല യുക്തി. അപ്പോൾ അടുത്തൊരു യുക്തി ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കണം നല്ലതല്ലേ? അപ്പൊ അദ്ദേഹം പറയും നല്ലതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ പോകുന്ന ആളുടെ ഇഷ്ടം ബീഫും കുഴിമന്തിയും ആണ് ഇഷ്ടം, അത് കൊടുത്തൂടെ? അപ്പൊ പിന്നെ അയാൾ വായടത്ത് വെച്ച് ഫോൺ വെച്ചിട്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ യുക്തി എന്ന് പറയുന്നത് സാമാന്യ യുക്തിയുണ്ട്, ഒരു കേവല യുക്തിയുണ്ട്, കുറച്ചുകൂടി കാര്യകാരണ സഹിതത്തിലുള്ള യുക്തിയുണ്ട്, അനുമാനത്തിന്റെ യുക്തിയുണ്ട്. യുക്തി എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. അപ്പൊ നമ്മളെ യുക്തി നമ്മൾ എങ്ങനെ കണക്കാക്കുന്നു, എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനം. നമ്മുടെ ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കേവല യുക്തിയുടെ അടിസ്ഥാനത്തിൽ, നമ്മുടെ സാമാന്യ യുക്തിയുടെ അടിസ്ഥാനത്തിൽ വിഷയങ്ങളെ നമ്മൾ വിലയിരുത്തും. കാര്യകാരണ സഹിതം പറയാതെ അതിന്റെ സാമാന്യ യുക്തിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ വലിയ പ്രശ്നമാണ്. അപ്പൊ യുക്തിപരമായിട്ടുള്ള നമുക്ക് യുക്തിവാദികളുടെ ഒക്കെ പ്രശ്നമാണ്. ഞാൻ ഈ പറഞ്ഞതാണ് കറക്റ്റ് ക്ലാസിക്കൽ എക്സാമ്പിൾ. ഇഷ്ടം നമുക്ക് നല്ല ഭക്ഷണം കൊടുക്കണ്ടേ? കൊടുക്കണം. എങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കണ്ടെന്ന് പറയാൻ പറ്റൂ? അതല്ലേ യുക്തി. അപ്പൊ ഇഷ്ടഭക്ഷണം ഏതാണ്? അയാളുടെ ഇഷ്ടമാണ്, കൊടുക്കുന്ന ആളുടെ ഇഷ്ടമല്ല. വാങ്ങുന്ന ആളുടെ ഇഷ്ടമാണ്, വാങ്ങുന്ന ആളുടെ ഇഷ്ടമാണ്. എന്താണ്? ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണ്ടേ? ആണ്. അപ്പൊ ജീൻസ് ധരിച്ചുകൊണ്ട് വരാൻ പറ്റുമോ? ഇതൊരു ചോദ്യമുണ്ട് അവിടെ. അപ്പൊ വളരെ പ്രധാനപ്പെട്ട യുക്തി എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശബരിമല അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരിയാണോ, ധ്യാനത്തിൽ നിന്ന് ഉണരുമോ, അതുകൊണ്ടാണോ, അതോ പിന്നെ മണികണ്ഠൻ എന്നുള്ള ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുന്നതാണോ, അല്ല കല്യാണം കഴിക്കാൻ അച്ഛൻ പറഞ്ഞിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ ചെന്നിരിക്കുന്നതാണോ? ഇങ്ങനെയുള്ള നൂറുകണക്കിന് സംശയങ്ങളുടെ പരമ്പരയാണ് യൂണിവേഴ്സിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഡിബേറ്റും സംവാദവും നടക്കട്ടെ. തൽക്കാലം അവിടെ സ്ത്രീകളൊന്നും പോകുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭാരതീയ തത്വശാസ്ത്ര മത്സരത്തെ പ്രത്യക്ഷത്തിലുള്ള യുക്തികളെ കുറിച്ച്, കാണുന്ന കാര്യങ്ങളെ കുറിച്ച് യുക്തിയുണ്ട്, നിഗമനങ്ങളുണ്ട്. ഇവിടെ വെള്ളമുള്ളത് കൊണ്ട് കടലായിരുന്നു, ഇവിടെ ഇന്ന ഒരു ഫോസിൽ കിട്ടിയത് കൊണ്ട് ഇന്ന ജീവി ഇവിടെ ജീവിച്ചിരുന്നിട്ടുണ്ട്, അതിന്റെ കാലമൊക്കെ കിടക്കി, കാർബൺ ഡേറ്റിംഗ് ഒക്കെ വെച്ചിട്ട് കാലമൊക്കെ. അപ്പൊ യുക്തി എന്ന് പറയുന്നത് നിഗമനങ്ങളിലൂടെ പോകുന്ന കാര്യങ്ങളുണ്ട്, അനുമാനങ്ങളിലേക്ക് കൂടെ പോകുന്ന കാര്യങ്ങളുണ്ട്, ഉപമകളിലൂടെയൊക്കെ അറിവ് കിട്ടുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ ശബ്ദവും ആഗമം പോലുള്ള ശബ്ദം പോലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അർത്ഥാപത്തി യുക്തിയുണ്ട്, പിന്നെ അനുലപ്തി യുക്തിയുണ്ട്. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആരോഹണ യുക്തി, സാധ്യതാ യുക്തി, ഇങ്ങനെ യുക്തികളുടെ ഒരു പ്രളയമാണുള്ളത്. ഇതിൽ ഏത് യുക്തി വച്ചിട്ടാണ് നമ്മൾ കാര്യകാരണ സഹിതമുള്ള യുക്തിയോട് കൂടിയാണോ ഓരോ വിഷയത്തെ സമീപിക്കുന്നത്? അത് സ്ത്രീകളുടെ ശബരിമലയിലെ ആചാരമായാലും ലഘുപൂജയായാലും അവിടെ സ്ത്രീകളെ കയറ്റിക്കൂടാന്ന് പറയുന്ന കാരണങ്ങളായാലും, അല്ലെങ്കിൽ സ്ത്രീകളെ ഈ പ്രായത്തിലുള്ള സ്ത്രീകളെ കയറ്റരുതെന്ന് പറയുന്ന കാര്യമായാലും, ഇതിന്റെ കാര്യകാരണ സഹിതം നമ്മൾ നോക്കാതെ നമ്മൾ വിവാദ യുക്തികളിലേക്കാണ് പോകുന്നത്. താർക്കിക യുക്തികളിലേക്കല്ല, ലോജിക്കൽ യുക്തികളിലേക്ക് നമ്മൾ പോകാറില്ല. വാദത്തെന്ന് പറയും നമുക്ക് എപ്പോഴും എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സാമാന്യ യുക്തി വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ സാമാന്യ ബോധം, യുക്തിയിലേക്ക് നമ്മൾ പോകുന്നില്ല, സാമാന്യ ബോധം വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ സ്ത്രീകൾ കയറുന്നത് ശരിയല്ലേ? ശരിയാണ്. അപ്പൊ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് കയറാം. അങ്ങനെ നമ്മൾ യുക്തിയിലേക്ക് പോകും. നല്ല ഭക്ഷണം കൊടുക്കുന്നത് ശരിയല്ലേ? ശരിയാണ്. അപ്പം ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കുന്നത് ശരിയല്ലേ? ശരിയാണ്. ഇങ്ങനത്തെ സാമാന്യ യുക്തികൾ വെച്ചുകൊണ്ട് നമുക്ക് വിശ്വാസ രംഗത്ത് പോകാൻ കഴിയില്ല. അവിടെ കുറെ കൂടി കാര്യകാരണ ബന്ധിതമാണ്. അവിടെ മാത്രമല്ല, ഇത് ആചാരബന്ധിതവുമാണ്. ആചാരങ്ങൾ മാറും, പക്ഷെ അത് മാറുന്നതിന് ബേസ് ഉണ്ട്. അത് താന്ത്രിക വിദ്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, വൈദിക വിദ്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ആചാരക്രമങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന
ഒരു മേഖലയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു യുക്തി ചിന്തിക്കുന്ന ആളുകളുടെ അഭിപ്രായം കൂടി എടുത്തുകൊണ്ട് വേണം പൊതുസമൂഹം പൊതു കാഴ്ചപ്പാടിലേക്ക് പോകേണ്ടത്. എന്തായാലും യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും വീണ്ടും ഡിഗ്രികൾ വരുന്നു, ഗോസിപ്പേറിയന്മാർ കൂടിക്കൂടി വരുന്നു. വരട്ടെ, നമുക്ക് ആരോടും പരാതിയില്ല. എങ്ങനെയാണ് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞതുപോലെ നീ എല്ലാം നിരീക്ഷിച്ചോളൂ, എല്ലാം ജ്ഞാനം നേടിക്കോളൂ, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ.